സ്വർണ്ണക്കവർച്ചാ കേസിലെ പ്രതികൾക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി വരെ അടുത്ത ബന്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും സോണിയക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഗോവർദ്ധന്റെ കയ്യിൽ നിന്നും സോണിയ ഉപഹാരം സ്വീകരിച്ചു. പോറ്റിക്കൊപ്പം അടൂർ പ്രകാശുമുണ്ടായിരുന്നു. പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് കിട്ടിയത് എങ്ങനെ? ആന്റണിക്കും അടൂർ പ്രകാശിനും സ്വർണ്ണക്കവർച്ചാ പ്രതികളുമായി എന്താണ് ബന്ധമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചിരിയാണ്. പ്രജിത്ത്, വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. വാർത്താസമ്മേളനത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്? KP ഈ LDFിൻ്റെയും UDFിൻ്റെയും കാലത്ത് എന്തായാലും ശബരിമലയിൽ സ്വർണ്ണക്കവർച്ച വ്യാപകമായി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. പക്ഷേ ഇത്രയും കാലം സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടി ഒറ്റയ്ക്കാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് എങ്കിൽ ഇനി അത് UDFിനും കുറച്ച് ലഭിക്കട്ടെ എന്നുള്ളൊരു നയമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും കാലം പുറത്തു വരാത്ത ചില ചിത്രങ്ങൾ, പ്രത്യേകിച്ച് ഗോവർദ്ധൻ കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിക്ക് ഉപഹാരങ്ങൾ സമർപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ അത് രക്ഷാബന്ധനാണോ എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തോ അത് കെട്ടിക്കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിനൊപ്പം ആ ദൃശ്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ ആന്റണി അടക്കമുള്ളവർ, അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കളും ഉണ്ടായിരുന്നിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യം ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉയർത്തുകയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഒരു തിരിച്ചടിയും തങ്ങൾക്കുണ്ടായിട്ടില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള രാഷ്ട്രീയമായ ആരോപണങ്ങൾ തങ്ങൾ നേരിടുന്നു. അത് സാധാരണഗതിയിൽ ഇത്രയും നാളും ഒരു കക്ഷിരാഷ്ട്രീയ വിഷയം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പകരം അത് എപ്പോഴും സ്വീകരിച്ചത് കോൺഗ്രസ് ആണ്. അതിന് പക്ഷേ അവർ കാണേണ്ട ചില വസ്തുതകളുണ്ടെന്ന് സോണിയാഗാന്ധി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതയായിട്ടുള്ള നേതാവാണ്. അവരെ അങ്ങനെയൊന്നും കാണാൻ കഴിയാത്ത സാഹചര്യം പോലും കോൺഗ്രസിൻ്റെ പോലും പല മുതിർന്ന നേതാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് കെ കരുണാകരനും ഹിമന്ത വിശ്വ ശർമ്മയും ഒക്കെ അടക്കമുള്ള നേതാക്കൾ പോലും അപ്പോയിൻമെൻറ്റുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ, ഗാന്ധി കുടുംബത്തെ കാണാനുള്ള അപ്പോയിൻമെൻറ്റുകൾ ലഭിക്കാത്ത സാഹചര്യത്തെ പറ്റി പല തവണ പരാതി പറഞ്ഞിട്ടുണ്ടെന്നും അത് രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ടെന്നും ഹിമന്ത വിശ്വ ശർമ്മ അടക്കമുള്ളവർ കോൺഗ്രസ് വിടുന്നതിന് കാരണമായതുമൊക്കെ ഇത്തരം അപ്പോയിൻമെൻറ്റുകളുടെ വിഷയമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ എങ്ങനെയാണ് ഈ സ്വർണ്ണക്കവർച്ച കേസിലെ പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനുമൊക്കെ സോണിയാഗാന്ധിയെ നേരിട്ട് കാണാനും അവരുമായി അടുത്തിടപെടാനുമൊക്കെ സാഹചര്യം ലഭിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. അതിന് ഈ ചിത്രങ്ങളടക്കം ആധാരമാക്കി അങ്ങനെ കരുണാകരന് പോലും കിട്ടാത്ത അപ്പോയിൻമെൻറ്റ്, ഹിമന്ത വിശ്വ ശർമ്മയ്ക്ക് പോലും കിട്ടാത്ത അപ്പോയിൻമെൻറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും വാങ്ങിച്ചു കൊടുക്കാൻ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായ ആന്റണിക്കും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിനുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗോവർദ്ധനുമായി എന്ത് ബന്ധമാണുള്ളത് എന്നത് വ്യക്തമാക്കണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതായത് ഈ സ്വർണ്ണക്കവർച്ച കേസിൽ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കസ്റ്റഡിയിലായിരിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസിലും കൃത്യമായ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് കൂടി വ്യക്തമാക്കുകയാണ്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗോവർദ്ധനുമായിട്ടൊക്കെയുള്ള ബന്ധമുണ്ട്, അതും ചർച്ചയാകണം എന്നുള്ളൊരു സമീപനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.